വാർത്ത 2020 മുതൽ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കട്ടാണ്. ഇത്തരത്തിൽ 50-100 ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുവന്ന ഒരു വാഹനത്തിൽ ഇൻഷുറൻസ് പോലും ഇല്ലാതാണ് തൊരിയിൽ ഓടുന്നത്. ഇന്ന് നോക്ക് നിങ്ങൾ, ഈ ടയറിന്റെ അടിഭാഗങ്ങൾ മൊത്തം പൊട്ടിപ്പിളരാൻ കാരണം ഇത് അത്രയും പഴക്കം ചെന്ന ടയറാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് വാഹനത്തിലേക്ക് നോക്ക്, ഈ വാഹനത്തിന്റെ ഓയിൽ സീൽ പോയിട്ട് ഹൗസിംഗ് ലീക്കായി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്, മാസങ്ങളല്ല വർഷങ്ങളായിട്ടുണ്ട്. ഇതുപോലും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പോലും എത്തരത്തിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ നോക്കണം. ഇതൊക്കെ പൊതുജനങ്ങളെ കൊണ്ടുപോകുന്ന വാഹനമാണ്. ഷോക്ക് അബ്സോർബറുകൾ പ്രവർത്തനരഹിതമാണ്, ഫ്രണ്ടിലെയും ബാക്കിലെയും. അതുപോലെ ആക്സിൽ ബോൾട്ട് അതൊക്കെ ലൂസായി കിടന്നിട്ടാണ്, ആ ആക്സിൽ ബോൾട്ട് ലൂസായി കിടന്നാണ് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പം ഡ്രൈവർമാർ പരിശോധിച്ചിട്ട് പറയാണ്, ഡ്രൈവർമാരാണ് അവര് പരിശോധിച്ച് വിലയിരുത്തി പറയുന്നതാണ്. അതായത് ഒരു ജോയിന്റിൽ ഗ്രീസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ, ഇത് പണ്ടം കണ്ട് വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ളതാണ്. നിങ്ങൾ നോക്കണം, ആക്രി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ആക്രി വാഹനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ചെങ്കുത്തായ ചെരുവിലൂടെ കടന്നു വരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിച്ച 7 വർഷത്തിന് മുമ്പ് പ്രവർത്തനരഹിതമായ ഈ ഷോക്ക് അബ്സോർബറുകൾ നിങ്ങൾ നോക്ക്. ഇത്തരത്തിൽ 50-100 ആളുകളെ കൊണ്ടുപോകുന്ന പൊതുജനങ്ങൾ പോകുന്ന ഒരു യാത്ര സ്വീകരിക്കുന്ന ഒരു യാത്രാ മാർഗമാണ് പൊതുഗതാഗതം. ആ പൊതുഗതാഗതത്തിന്റെ ഗതിയാണ് ഇന്ന് കാണുന്നത്. ഈ നമ്മളെ ഗണേശനെ പോലെയുള്ള മന്ത്രിമാർ വന്നപ്പോൾ ഈ സമൂഹത്തിന് മാറ്റം വരുമെന്ന് നമ്മൾ കരുതി. അദ്ദേഹത്തിന്റെ പക്വതയും അദ്ദേഹത്തിന്റെ ഈ ഭരണ മികവും ഒക്കെ നമുക്ക് തെളിയിക്കപ്പെട്ടുള്ള സമൂഹത്തിലാണ്. ഇപ്പോഴും ഇതിന് ഈ ഗണേശനെ പോലുള്ള 1000 മന്ത്രിമാർ ഈ സമൂഹത്തിൽ വന്നാലും ഈ സമൂഹം മാറാൻ പോകുന്നില്ല എന്നുള്ള പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മുന്നോട്ട് പോകുന്നതെന്ന് തെളിവാണിത്. നിങ്ങൾ നോക്കണം. ഭൂരിഭാഗ ജനങ്ങളും യാത്രക്കായി ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത വാഹനത്തിന്റെ അപകടാവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. സാധാരണക്കാരന് ഫൈൻ അടിപ്പിക്കാൻ, ടൂറിസ്റ്റ് ബസ് വെള്ള പെയിന്റ് അടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന MVDയും ഇതിനെല്ലാം ഉത്തരവിടുന്ന മന്ത്രിയും ഇതിനെന്ത് മറുപടി പറയും? ഇത്രയും ആളുകളെ കൊണ്ടുപോകുന്ന ബസ് മെയിൻ്റെനൻസ് ചെയ്യാനോ ടയർ മാറ്റാനോ സാമ്പത്തികമായിട്ടില്ലെങ്കിൽ ഇനി റോഡിലിറക്കണോ? പ്രൈവറ്റ് വാഹനത്തിന് ഒരു നിയമവും KSRTCക്ക് മറ്റൊരു നിയമവും എന്നൊരു പരിപാടി ഇനി വേണം. കോമാളിത്തരം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നിൽ പോവാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തും.